നമസ്കാരം. പ്രധാന വാർത്തകൾ. മരുന്നുകളോട് പ്രതികരിക്കുന്നു. VSന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. കാർഡിയാക് ICUവിൽ ചികിത്സയിലാണ് VS. ഇന്നലെ രാവിലെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് VS അച്യുതാനന്ദനെ പട്ടം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും മകൻ VA അരുൺകുമാർ അറിയിച്ചു. നേരെ ഹൃദ്രോഗ സാധ്യത കണ്ടെത്തിയതിനെ തുടർന്ന് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് അച്ഛൻ ഇപ്പോഴുള്ളതെന്നും അരുൺകുമാർ വ്യക്തമാക്കി. സ്കൂളിൽ വിതരണത്തിനെത്തിച്ച +2 മാർക്ക് ലിസ്റ്റിൽ ഗുരുതര പിഴവ്. 30,000 വിദ്യാർത്ഥികളുടെ മാർക്കാണ് തെറ്റി രേഖപ്പെടുത്തിയത്. 1ാം വർഷത്തെയും 2ാം വർഷത്തെയും മാർക്കുകൾ ചേർത്തുള്ള ആകെ മാർക്കാണ് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. തെറ്റ് കണ്ടെത്തിയ മാർക്ക് ലിസ്റ്റുകൾ സ്കൂളുകൾ വിതരണം ചെയ്യേണ്ടതില്ല എന്ന് പ്രിൻസിപ്പൽമാർക്ക് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകി. മെയ് 22-ന് പ്രസിദ്ധീകരിച്ച മാർക്ക് ലിസ്റ്റാണ് ഗുരുതര പിഴവുള്ളത്. പിഴവ് സോഫ്റ്റ്വെയറിന്റെ വീഴ്ചയിൽ സംഭവിച്ചതാണെന്നും ഇന്നും നാളെയുമായി പുതിയ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുമെന്നും ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം നൽകി. സോഫ്റ്റ്വെയറിന്റെ പിഴവാണെന്ന് പറയുമ്പോഴും സൂക്ഷ്മ പരിശോധന ഈ വിഷയത്തിൽ നടന്നിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഫോൺ വിളിച്ച് അശ്ലീലം പറയാറുള്ളയാൾ പിടിയിൽ. മേനംകുളം സ്വദേശിയായ ജോസ് ആണ് അറസ്റ്റിലായത്. വനിതാ ബറ്റാലിയനിൽ വിളിച്ച് അശ്ലീലം പറയുന്നത് ഇയാളുടെ സ്ഥിരം പരിപാടിയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇന്റർനെറ്റിൽ നിന്നും ലഭിക്കുന്ന ഫോൺ നമ്പർ ഉപയോഗിച്ച് IG എന്നോ ഇൻസ്പെക്ടർ എന്നോ വ്യത്യാസമില്ലാതെ വനിതാ ഉദ്യോഗസ്ഥരെ വിളിക്കുകയാണ് ഇയാളുടെ രീതി. നിരന്തരം വിളിച്ച് ലൈംഗിക ചുവയോടെ സംസാരിക്കും. ഫോൺ കട്ട് ചെയ്താലും വീണ്ടും വിളിക്കും. കഴക്കൂട്ടത്തെ വനിതാ ബറ്റാലിയനിൽ നിരന്തരം വനിതാ ഉദ്യോഗസ്ഥരെ വിളിച്ച് അശ്ലീലം പറഞ്ഞതിനാണ് ഇപ്പോൾ കഴക്കൂട്ടം പോലീസ് കോട്ടയത്ത് നിന്ന് ഇയാളെ പിടികൂടിയത്. കൊച്ചിയിലെ മാളിൽ ജോലി ചെയ്യുന്ന ഇയാൾ കോട്ടയത്താണ് താമസിക്കുന്നത്. തിരുവല്ലയിൽ മദ്യപിച്ച് വാഹനമോടിച്ച സ്കൂൾ ബസ് ഡ്രൈവർ പിടിയിൽ. തിരുവല്ലയിലെ മുത്തൂരിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ഡ്രൈവർ പിടിയിലായത്. ഇന്ന് രാവിലെ 8:30-ഓടെ MC റോഡിൽ രാമൻചിറയിലെ പെട്രോൾ പമ്പിന് സമീപം നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. വിദ്യാർത്ഥികളുമായി സ്കൂളിലേക്ക് പോവുകയായിരുന്നു ബസ്. വിദ്യാർത്ഥികളെ മറ്റൊരു ബസ്സിൽ സ്കൂളിലേക്ക് കൊണ്ടുപോയി. മക്കൾ വാഹനമോടിച്ചു, അമ്മമാർക്കെതിരെ കേസ്. പ്രായപൂർത്തിയാകാതെ വാഹനമോടിച്ചതിന് കുട്ടി ഡ്രൈവർമാർ കൂട്ടത്തോടെ പോലീസ് പിടിയിലായതിൽ അമ്മമാർക്കെതിരെ കേസ്. 10-ലേറെ പേരാണ് പിടിയിലായത്. RC ഉടമകൾ അമ്മമാരാണ്. അവരുടെ കയ്യിൽ നിന്ന് സ്കൂട്ടറുകൾ എടുത്ത് കറങ്ങുന്ന മക്കളാണ് പിടിയിലായത്. കഴിഞ്ഞ 1 മാസത്തിനകം 50ഓളം വാഹനങ്ങൾ പിടിയിലായിട്ടുണ്ട്. ചന്ദേര പോലീസ് കുട്ടി ഡ്രൈവർമാരെ പിടികൂടി കേസെടുത്തു. സ്കൂൾ തുറന്നതോടെയാണ് കുട്ടികൾ വ്യാപകമായി ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിച്ചു വരുന്നത്.